പൊതുവായിട്ടൊക്കെ, കാരണം ഉത്തരവാദിത്വം, പക്വത, ഇതൊക്കെ ഓരോ പദവികളിൽ എത്തുമ്പോൾ വന്നു ചേരേണ്ടതാണല്ലോ. അപ്പോൾ ഒരു മാറ്റവും ഇവർക്കൊന്നും ഉണ്ടാകുന്നില്ല എന്നത് ഈ രണ്ടുപേരെയും തെരഞ്ഞെടുത്ത് വിട്ട വടകരയിലെ ലോക്സഭാ മണ്ഡലത്തിലെ ആളുകളും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ആളുകളും എന്തായാലും കാണുന്നുണ്ടാകും അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും. കാരണം നിലമ്പൂരിലാണ് പറഞ്ഞതെങ്കിലും അതിന്റെ കൃത്യമായിട്ടുള്ള അലയലുകൾ ഉണ്ടാകേണ്ടത് അവരെ ജയിപ്പിച്ചു വിട്ട ആളുകളിലാണല്ലോ. അപ്പോൾ സർവീസിനുള്ള പാരിതോഷികം തരാം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ യഥാർത്ഥത്തിൽ ചെയ്തത് ഭീഷണിയാണ്. ആ ഉദ്യോഗസ്ഥന് ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയാണ് ഈ പരിശോധനകൾ നടത്തുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സർവീസിനുള്ള പാരിതോഷികം ഞാൻ തരാമെന്നാണ് പറയുന്നത്, അല്ലാതെ പിന്നീട് അത് കൺവേർട്ട് ചെയ്ത് ജനങ്ങൾ തരാം എന്നതിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പാരിതോഷികം തരാം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ച പാരിതോഷികം എന്താണ്? അടുത്ത മന്ത്രിസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്നാണോ? അങ്ങനെ സർവീസിലുള്ള പാരിതോഷികം അതാണ് ആ ഉദ്യോഗസ്ഥനെ ചൂണ്ടിക്കൊണ്ടാണെന്നേ പറയുന്നത്. അപ്പോൾ ആ പാരിതോഷികം എന്നുള്ളത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ചത്? ഇങ്ങനെയൊക്കെ വിരട്ടാനും വിലപേശാനും ഒക്കെയുള്ള സ്ഥലമല്ല കേരളം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായില്ല എന്ന അഭ്യാസം വേണ്ട. അതിനിടയിൽ CPM എന്ന വാക്കും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം ഇടതുപക്ഷമാക്കി CPM ആക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ CPM പറഞ്ഞിട്ട് ചെയ്യുകയാണ് എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. ഇക്കാര്യത്തിൽ ഈ വാഹന പരിശോധന എന്ന് പറയുന്നത് ഇപ്പോൾ ആരായാലും, ആൻഡ്രോ സാർ ആയാലും അവിടേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ ഡിക്കി തുറക്കാൻ ആവശ്യപ്പെടും, അതിനുള്ളിൽ എന്താണെന്ന് ചോദിക്കും. അങ്ങനെയുള്ള വാഹന പരിശോധനകളുമായി ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്റെ വാഹനമൊക്കെ നിർത്തി പരിശോധിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുമായി പൂർണ്ണമായി സഹകരിക്കുക എന്നുള്ളതാണ്. ഡിക്കി ഓപ്പൺ ചെയ്യാൻ അവർ പറയാം. അപ്പോൾ ഡിക്കിയിൽ കൂടുതലായിട്ട് നമ്മളിപ്പോൾ 1-2 ബാഗുകളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള യാത്രകളാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, കാരണം ഞാനിപ്പോൾ കൊച്ചിയിലാണ്, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴേക്കും അവിടെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന വേളയാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ. അപ്പോൾ എല്ലാ വാഹനങ്ങളും പരിശോധിക്കും. അതിൽ A എന്നോ B എന്നോ ഒന്നും വ്യത്യാസം കാണിക്കാതെ പരിശോധിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ചുമതല. അതവർ നിർവഹിക്കുമ്പോൾ അവർക്ക് പാരിതോഷികം തരാം, സർവീസിനുള്ള പാരിതോഷികം തരാമെന്ന് ഭീഷണിപ്പെടുത്താൻ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലും കേരളത്തിൽ എന്തായാലും വരേണ്ടതില്ല. കൃത്യമായി തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതേ സംവിധാനമാണ് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിനും ഏർപ്പാടാക്കിയിരിക്കുന്നത്.